കോഴിക്കോട് താമരശ്ശേരിയിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. ബസ് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. ഞാനൊരു ടിപ്പർ ഇവിടെ പെട്ടെന്ന് നിർത്തിയപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ലേശം കയറി ഒരു ഇതായതാണ്. അപ്പോൾ ഈ ബസ് വന്നപ്പോൾ ഞാനൊന്ന് ബ്രേക്കുമ്പോൾ കാലിച്ചപ്പോൾ വണ്ടി 2 റൗണ്ടിൽ കറങ്ങിയിട്ട് ബസ്സിന് സ്പീഡ് കമ്മിയായിട്ട് പോയി അടിച്ചു. അതുകൊണ്ടായിട്ട് സംഭവിച്ചു. അല്ലെങ്കിൽ ഇതിലും വലുതായിട്ട് സംഭവിച്ചു. ഞാൻ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തന്നെ ബൈക്കുമേൽ ഒരുപാട് തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് നമ്മളെ വീല് വരുന്ന ഏരിയയിൽ, വലിയ വണ്ടിന്റെ വീല് വരുന്ന ഏരിയയിൽ ഈ റോഡ് 2 ഭാഗത്തും കുഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലുകൊണ്ട് തന്നെ അതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം നിൽക്കുന്ന കാരണത്താൽ നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ 2 വീലർ ആയാലും ശരി 4 വീലർ ആയാലും ശരി വണ്ടി നിൽക്കാത്തൊരവസ്ഥയാണ്. വണ്ടി ഈ ഡ്രൈവർ പറഞ്ഞ പോലെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിരങ്ങുക ചെയ്യുന്നത്. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമാണോ? ഈ അപകടത്തെ സംബന്ധിച്ച് എന്താണ് പ്രദേശവാസികളൊക്കെ ഇപ്പോൾ വിശദീകരിക്കുന്നത്? ശ്രീജ, പരിക്കേറ്റ 2 പേരുടെയും നില അത്ര പ്രശ്നമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം. 2 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെയാണ് മാറ്റിയത്. തൊട്ടടുത്ത് തന്നെയായി. ഈ അപകടം സംഭവിക്കുന്നത് ബിഷപ്പ് ഹൗസിന് മുമ്പിലായാണ്. ഇവിടെ എതിർദിശയിൽ വന്ന, അതായത് താമരശ്ശേരിയിൽ നിന്നും നരിക്കുനിയിലേക്ക് പോവുകയായിരുന്ന വെസ്റ്റേൺ എന്ന പേരിലുള്ള ബസ്സും നേരെ എതിരായി ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. പ്രത്യേകിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് പറയേണ്ടത്, നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അപാകതയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിന്റെ പിക്കപ്പിന്റെ ഡ്രൈവർ അടക്കം പറയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് റോഡിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. റോഡ് നവീകരണത്തിലെ അപാകത 1 മാസത്തിനകം അടിയന്തര പരിഹാരം കാണണമെന്ന് നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ യാതൊരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 2:30യോടുകൂടിയാണ് ഇന്നത്തെ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. 2 പേർക്കും, ബസ് യാത്രികരാണ് പരിക്കേറ്റ 2 പേരും. അത്ര പ്രശ്നമില്ല. 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ റോഡിലെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് സർക്കാർ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്.